സ്വീസ് ഹോം അക്കാഡമിയുടെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ 10ാമത്തെ ക്ലാസ്സാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 10ാമത്തെ ക്ലാസ് ലാസ്റ്റ് ഡേ ആണ് ഇന്ന് എല്ലാം ഞങ്ങൾ ക്ലിയറായിട്ട് ഞങ്ങൾ ഫ്രീ ക്ലാസ്സിൽ നിന്ന് പിരിയും. ഇന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ സ്റ്റിച്ചിങ് എങ്ങനെയെന്ന് ഇതിൻ്റെ ചെയ്യുന്നത് കാണിക്കാം. ഇപ്പോൾ യോക്ക് ചില ആൾക്കാർക്ക് യോക്ക് എന്തെന്ന് മനസ്സിലായില്ല, യോക്ക് എങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്ന്. ഇതിപ്പോൾ ഞങ്ങളിപ്പോൾ ബാക്ക് പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ചെയ്യുന്നതാണ്. ബാക്ക് പാർട്ടിൽ സിപ്പ് വെക്കണമെന്ന്, ഈ ബേബി ഡ്രസ്സിൽ സിപ്പ് വെക്കണം. അപ്പോൾ സിപ്പ് വെക്കാൻ വേണ്ടിയിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കാണിക്കാം. ഇത് ബാക്ക് പാർട്ടാണ്. ബാക്ക് പാർട്ട് ഇതുപോലെ ഇങ്ങനെ വെച്ചു, ഇതുപോലെ ഇങ്ങനെ സെയിം ആയിട്ടൊന്ന് വെച്ച് നോക്കണം. ഇക്കണം ഇങ്ങനെ കാണുന്നല്ലേ, ഇതുപോലെ വെച്ചു. ഇനി ഇതുപോലെ മാർക്ക് ചെയ്യണം. ഇപ്പോൾ ഇതുപോലെ റൗണ്ടായിട്ട് 4 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്യണം. പിന്നെ ഇത് സിപ്പ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കാണ്. ഈ മാർക്കിൻ്റെ മുകളിൽ ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഈ മാർക്കിൻ്റെ മുകളിലാണ് ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റിച്ചിങ് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്യാം, ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാം. പിന്നെ ഇത് ഈ സൈഡിലേക്ക് ഞങ്ങൾ പൈപ്പിംഗ് കൊടുക്കുന്നതാണ്. അത് പിന്നെ ചെയ്യാം, പിന്നെ കാണിക്കും. ഇത് ഇപ്പോൾ വെച്ചത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പീസിൻ്റെ മുകൾ ഭാഗമാണ്, അടിഭാഗമല്ല, ഇത് മേൽഭാഗമാണ്. മുകളിലാണ്, ഇത് അടിയാണ്, ഇത് മുകളിലാണ്. മുകളിലേക്ക് ഞങ്ങൾ ലൈനിങ് പീസ് ഇതുപോലെ വെച്ച് കൊടുത്ത് അതുപോലെ ഈ സ്റ്റിച്ചിങ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. ഓക്കെ, ഒന്ന് വെയിറ്റ് ചെയ്യണേ. ഞാൻ നിങ്ങൾക്ക് മുകളിലേക്ക് ബ്ലാക്ക് ത്രെഡ് ഇട്ടിട്ട് ഞാൻ കാണിക്കാം. ഇപ്പോൾ ഇതിൻ്റെ മുകളിൽ ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യാം. ഞാനിത് മെഷീൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തിനെന്ന് പറഞ്ഞാൽ കുറച്ച് സ്പീഡായിട്ട് സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ക്ലിയറായിട്ട് കാണുന്നുണ്ടല്ലേ, ഇതുപോലെ ഇടണം സ്റ്റിച്ച്. ഇതുപോലെ ഇങ്ങനെ ഇട്ടു. പിന്നെ ഇതിൻ്റെ ഈ ഭാഗം കട്ട് ചെയ്തു, ഇതിനെയും കട്ട് ചെയ്തിട്ട് എടുക്കണം. ഇതൊന്ന് ഞാൻ കാണിക്കട്ടെ. ഇതുപോലെ ഇനി ഇതിൽ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കട്ടിങ്ങനെ കട്ട് ചെയ്യണം.
നിങ്ങൾ സിപ്പ് വെക്കുന്നത് വെറൈറ്റി 2-3 ടൈപ്പിൽ സിപ്പ് വെക്കാൻ പറ്റും. അത് നമ്മുടെ പെയ്ഡ് ക്ലാസ്സിൽ കാണിക്കുന്നതാണ്. ഇതിനെ ഞങ്ങൾ ഇപ്പോൾ ഇത് ഇങ്ങനെ ഉണ്ടല്ലേ, ഇതിനെ കറക്റ്റാക്കണം. ഇങ്ങനെ ചെയ്യണം, ടേൺ ചെയ്യണം, പീസിനെ ടേൺ ചെയ്യണം. ടേണാക്കിയെടുത്തു. ശരിയായി. അപ്പോൾ മുകൾ ഭാഗം മുകളിലേക്ക് വന്നു. ഇതിലേക്ക് പീസ് പോയി, അടിഭാഗത്തിലേക്ക് ലൈനിങ് പീസ് പോയി. ഇനി ഇതിൻ്റെ ഫിനിഷിങ് ഇതും അതുപോലെ ചെയ്യണം. ഓക്കെ. ഇനി ഞങ്ങൾ സിപ്പ് എങ്ങനെ വെക്കുന്നതെന്ന് കാണിക്കാം. ഇപ്പോൾ സ്റ്റാർട്ടിംഗ് ആയിട്ട് ഇതുപോലെ ഒരു സിപ്പ് ഉണ്ടാവും. അപ്പോൾ ഈ സിപ്പ് ഉണ്ടല്ലേ, ഇതിനെ ഞാൻ നിങ്ങൾക്ക് കളർ സിപ്പിൻ്റെ അടുത്ത് വൈറ്റ് ഇല്ല, ഞാൻ ഈ കളർ സിപ്പ് വെച്ചു. അപ്പോൾ ഇതിൻ്റെ ഈ പോർഷനെ ഇവിടെ വെച്ചു. സെയിം ആയിട്ട് ഇതുപോലെ സൈഡിൽ തന്നെ വെക്കണം. ഇങ്ങനെ സൈഡിൽ വെച്ചു. ഇതുപോലെ വെച്ച് കൊടുക്കണം. ഇനി ഞാൻ എൻ്റെ മെഷീനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് ഇതിനെ സ്റ്റിച്ചിങ് ചെയ്യാൻ കുറച്ച് ടഫായി കിട്ടും. അതുകൊണ്ടിട്ട് ഇപ്പോൾ ഇതിലേക്ക് ഞങ്ങൾ ബീഡ്സിനെ കുത്തി കൊടുക്കാം. ഇതുപോലെ ബീഡ്സിനെ ഇങ്ങനെ കുത്തി കൊടുക്കണം. ഇങ്ങനെ ഫിക്സ് ചെയ്യണം. ഈ സിപ്പിനെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ചെയ്യണം. അപ്പോൾ അത് ഫിക്സായി. പിന്നെ മറ്റൊരു സൈഡിലും അതുപോലെ തന്നെ ചെയ്യാം. ഇതുപോലെ ഇങ്ങനെ ഫിക്സാക്കി കൊടുക്കാം. ഇതുപോലെ വെച്ചു. ഇനി ഞങ്ങളിതിനെ സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ. ഇത് സിംഗിൾ ഫൂട്ടിൽ ചെയ്യുന്ന കാര്യമാണ്. സിംഗിൾ ഫൂട്ടിൽ ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യുന്നതാണ്. അപ്പോൾ നീറ്റായിട്ട് സ്റ്റിച്ച് കിട്ടും. അപ്പോൾ സിംഗിൾ ഫൂട്ടെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ മെഷീനിൽ ഒന്ന് നോക്കണേ, ഈ ഫൂട്ട് ഇതിൽ ഡബിൾ സൈഡിലുണ്ട്. അപ്പോൾ ഇത് സിംഗിൾ ഫൂട്ടാണ്. ഇത് സിംഗിൾ ഫൂട്ടാണ്. ഇതിൽ ഒരേ ഭാഗമുണ്ട്. അത് എല്ലാ മെഷീനിലും കിട്ടും. നോർമൽ മെഷീനിലും കിട്ടും, നമ്മുടെ ടേബിൾ ടോപ്പ് മെഷീനിലും കിട്ടും, ഹൈ സ്പീഡ് മെഷീനിലും കിട്ടും. ഇത് മെഷീനും ഹൈ സ്പീഡാണ്, ഇതിലും ഉണ്ടാവും. അപ്പോൾ ഇതിനെ ഞങ്ങൾ ചേഞ്ച് ചെയ്ത് നിങ്ങൾക്ക് ഞാൻ സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ നോക്കാം. ഒന്ന് തെറ്റിപ്പോയി, സോറി കേട്ടോ. എന്ന് പറഞ്ഞ് ഞാൻ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ കാണിക്കാനായില്ല. ഞാനും പൗസ് ചെയ്യുന്നത് വിട്ടിട്ട് ഞാൻ സ്റ്റോപ്പേ ചെയ്തതാണ്. അത് ഞാൻ നോക്കാതെ അത് സ്റ്റിച്ചിങ് വീഡിയോയിലുണ്ടെന്ന് പറഞ്ഞ് ഞാൻ സ്റ്റിച്ചിങ് ചെയ്തു. സോറി കേട്ടോ, ഒന്ന് മറന്നുപോയി, മിസ്റ്റേക്കായിപ്പോയി. ഇനി എന്തെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പിന്നിട്ടിട്ടുണ്ടായിരുന്നല്ലേ, അതിനെ ഈ സൈഡിലേക്ക് സ്റ്റിച്ചിടണം. ഫൂട്ട് വെച്ചിട്ട് സ്റ്റിച്ചിടുന്നത് ഈ സൈഡിലേക്ക് ഞാൻ ഇനിയും ഒരു പ്രാവശ്യം കാണിക്കാം. ഓക്കെ. ഇതുപോലെ വെച്ചു. ഇനി നിങ്ങൾ സ്റ്റിച്ച് ചെയ്യാം. ഇതുപോലെ ചെയ്യേണ്ടത്. അപ്പോൾ സൈഡിലായിട്ട് സ്റ്റിച്ച് വീഴും, സൈഡിലായിട്ട് ഇതുപോലെ സ്റ്റിച്ച് വീഴും. ക്ലിയറായിട്ട് കാണും. ഇനി ഞങ്ങൾ ഇവിടെ നിന്ന് ഈ പീസിനെ ഇതിൻ്റെ മുകളിൽ വെച്ച് പിന്നിടണം. ഇതുപോലെ ഒന്ന് നോക്കണേ, ശ്രദ്ധിച്ചിട്ട് നോക്കണേ. കുറച്ച് ഈ സ്റ്റിച്ചിങ് ഉണ്ടല്ലേ അതിൻ്റെ മുകളിൽ വരണം. സിപ്പ് ഓട്ടണം. ഇങ്ങനെ
ക്ലോസ് ആക്കണം. ഇത് ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നു ഫസ്റ്റ്. ഇങ്ങനെ ക്ലോസ് ചെയ്ത് പിന്നെ ഇതിൻ്റെ ഇങ്ങനെ ക്ലോസ് ചെയ്യണം. പീസിനെ ഇതുപോലെ കാണാത്ത പോലെ, സിപ്പ് കാണാത്ത പോലെ വെച്ച് ഇതിലേക്ക് ഞങ്ങൾ ബീഡ്സ് ഇടണം. ഇതിൻ്റെ സൈഡിലേക്ക് ബീഡ്സ് വെച്ച് കൊടുക്കാം. ഇങ്ങനെ ഇടണം. താഴെയും അതുപോലെ തന്നെ ഇടാം. അങ്ങനെ ഇട്ടിട്ട് പിന്നെ ഞങ്ങൾ സിപ്പിനെ കുറച്ച് ഓപ്പൺ ചെയ്തു പിന്നെ സ്റ്റിച്ച് ചെയ്യണം. അപ്പം ഞങ്ങൾ മുകളിൽ നിന്ന് ഈ ഭാഗത്തിൽ നിന്ന് ഇടാനാവില്ല, ഇവിടെ ഫൂട്ടുണ്ട്. നിങ്ങൾ തിരിച്ച് പിടിച്ച് ഇതുപോലെ തിരിച്ച് പിടിച്ച് ഇതിൻ്റെ ഇവിടെ ഞങ്ങൾ ഇവിടേക്ക് പിന്നിട്ടു. ഈ ഭാഗത്തിലേക്ക് താഴെ അത് കുറച്ച് പിടിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട്, ഇല്ലെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ട് പോകില്ലേ, അതുകൊണ്ടിട്ട് സൈഡിലേക്ക് സ്റ്റിച്ച് വീഴുന്നതാണ്. സിപ്പിനെ ഫുള്ളായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ ഓപ്പൺ ചെയ്യണം. പിന്നെ ഫൂട്ടിനെ താഴോട്ട് വെച്ചിട്ട് സ്റ്റിച്ച്. അപ്പോൾ ഇത് സിപ്പ് വെച്ചു, ഞങ്ങൾ സിപ്പ് വെച്ചു. ഇനി ഇതിന് സിപ്പിനെ ഫുള്ളായിട്ട് ഇടണം. അതുപോലെ ഇട്ടു. ഇനി ഞങ്ങൾ ഇവിടേക്ക് ഇതിനെ ഇങ്ങനെ സ്റ്റിച്ച് ഇടണം. ഇങ്ങനെ ഇതിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓപ്പൺ ആവാതെ പോലെ സ്റ്റിച്ച് ഇടണം. അപ്പോൾ ഞങ്ങൾ ലൈനിങ്ങിലേക്ക് ഫുള്ളായിട്ട് ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്തിട്ടില്ല. ഓൺലി ഇതിനെ ടേൺ മാത്രം ചെയ്തതല്ലേ, ഇതിലേക്ക് സ്റ്റിച്ചിങ് ചെയ്തിട്ടില്ല. ഇപ്പോൾ ഞങ്ങൾ ഇതിലേക്ക് ഇതുപോലെ ഇതിൻ്റെ എല്ലാ ഭാഗത്തിലേക്കും ഇതുപോലെ ഇവിടെ നിന്ന് ഇവിടെ ആം ഹോള് ഇങ്ങനെ പോയി നെക്കിൻ്റെ ഭാഗത്തിലേക്ക് ഇവിടെ ഫിനിഷായി. ഇവിടെ നിന്ന് ഇതുപോലെ ഇങ്ങനെ പോയി പിന്നെ ആം ഹോള് ഇങ്ങനെ പോയി ഇങ്ങനെ വെക്കാം. ഓക്കെ, ഞങ്ങളങ്ങനെ ചെയ്യാം. അതുപോലെ ഇത് ഫുള്ളായിട്ട് ഫിനിഷ് ആയിട്ടുണ്ട്. ഇതാ നോക്കാം, ബാക്ക് പാർട്ട് ഫിനിഷായി, ഇതുപോലെ ഫിനിഷായി. ഒന്ന് നോക്കണേ, ഫുള്ള് സ്റ്റിച്ച് ചെയ്തു, ഫിനിഷായി. അപ്പോൾ ബാക്ക് പാർട്ടിനെ സൈഡിൽ വെച്ചു. ഇനി ഫ്രണ്ട് പാർട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ടിലേക്ക് ഞങ്ങൾ സെയിം അതുപോലെ മുകൾ ഭാഗം ഫുള്ള് സ്റ്റിച്ച് ചെയ്തു, ഫിനിഷായി. അപ്പോൾ ബാക്ക് പാർട്ടിനെ സൈഡിൽ വെച്ചു. ഇനി ഫ്രണ്ട് പാർട്ട് എടുക്കാം. ഫ്രണ്ട് പാർട്ടിലേക്ക് ഞങ്ങൾ സെയിം അതുപോലെ മുകൾ ഭാഗം വെച്ച് മെയിൻ പാർട്ടിൻ്റെ മുകൾ ഭാഗം വെച്ച് അടിഭാഗം അതുപോലെ തന്നെ ഞങ്ങൾ മുകൾ ഭാഗം വെച്ച് മുകൾ ഭാഗത്തിൻ്റെ മേലിൽ ഞങ്ങൾ ഇതുപോലെ ലൈനിങ്ങിനെ ഇങ്ങനെ വെച്ച് കൊടുക്കണം. അതേ സെയിം ആണ് ഞങ്ങൾ സ്റ്റിച്ചിങ്ങിൻ്റെ മാർക്കിടണം. ആ സ്റ്റിച്ചിങ് അതിൻ്റെ മാർക്കിൻ്റെ മുകളിൽ തന്നെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കണം. സെയിം ആണ്
നിങ്ങൾ എടുക്കുന്നത്. നെക്ക് മാത്രമാണ് ഇപ്പോൾ എടുക്കേണ്ടത്. ഇതുപോലെ മാർക്ക് ചെയ്തു. ആ മാർക്കിൻ്റെ മുകളിലൊന്ന് സ്റ്റിച്ച് ചെയ്തു. പിന്നെ ഇതിന് ഇതുപോലെ റൗണ്ടായിട്ടൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. സ്റ്റിച്ച് ചെയ്ത് പിന്നെ ഞാൻ സ്റ്റിച്ച് ചെയ്യാം. കുറച്ച് വീഡിയോ ലെങ്ത് പോവും. അതുകൊണ്ടിട്ട് ഞാൻ വീഡിയോയിനെ ഇങ്ങനെയും ഇത് സ്റ്റോപ്പ് ചെയ്ത് പിന്നെ കാണിക്കാം. ഇതുപോലെ റൗണ്ടായിട്ട് സ്റ്റിച്ച് ചെയ്തു. ഇതിനെ കട്ട് ചെയ്ത് എടുത്തു. ഇതിൻ്റെ ഇവിടെയുള്ള ഭാഗം കട്ട് ചെയ്തിട്ട് എടുത്തു. പിന്നെ ഇതിലേക്ക് ഇതുപോലെ കട്ട് ചെയ്തു. കുറച്ച് കട്ട് ചെയ്യുന്നുണ്ട് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. അങ്ങനെ ചെയ്തു. ഇനി ഞങ്ങൾ ഈ ഭാഗത്തിന് ഇതുപോലെ എടുത്ത് ഇതിൻ്റെ സൈഡിലേക്ക് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ എങ്ങനെ കാണുമെന്ന് പറയാം. ഇങ്ങനെ വെച്ചു. ഈ ലൈനിങ്ങിനെയും ഇതിനെയും ഈ ടൈപ്പിൽ ഓപ്പൺ ചെയ്യണം. ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ ഉണ്ടല്ലേ, ഇതിനെ ഇങ്ങനെ ചെയ്ത് പിന്നെ ഈ സൈഡിലേക്ക് ലൈനിങ്ങിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ സൈഡായിട്ട് ഒരു സ്റ്റിച്ച് ഇടണം. ഇട്ടു. ഇനി ഇതിൻ്റെ സ്ട്രൈറ്റ് ആക്കാം. ലൈനിങ്ങിനെ ഉള്ളിലേക്ക് കൊണ്ടുപോകാം. ഉള്ളിലേക്ക് വെച്ച് ഇത് ഉള്ളിലായി. ലൈനിങ് അണ്ടർ ക്ലോത്തിൻ്റെ അണ്ടറായി. ഇനി ഇതിലേക്ക് ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യാം. റൗണ്ടായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ഫുള്ളായിട്ട് ചെയ്യാം. പിന്നെ ഇതിൽ കുറച്ച് മെത്തേഡ്സ് എല്ലാം ഉണ്ട്. സിമ്പിൾ മെത്തേഡ്സ് എല്ലാം കുറച്ച് നല്ല മെത്തേഡാണ്. അതും ചെയ്യാം. ഞങ്ങൾ ഇങ്ങനെ വെച്ചു. ഷോൾഡറിനെ ഇതുപോലെ വെച്ചു. അത് കുറച്ച് ലെങ്ത്ത് കൂടും. അതുകൊണ്ടിട്ടായിട്ട് ഞാനിപ്പോൾ കാണിക്കാൻ പറ്റുന്നില്ല എനിക്ക്. ഇല്ലെങ്കിൽ ഇതുപോലെ വെച്ചു. ഈ രണ്ട് ഭാഗം സെയിമായിട്ട് വെക്കണം. ഇങ്ങനെ വെച്ചു. പിന്നെ ഈ പോർഷനിനെ ഓപ്പൺ ചെയ്യണം. ഇങ്ങനെ ഇപ്പോൾ ഓപ്പൺ ചെയ്തു. ഈ പീസിൻ്റെ അടിയിലുള്ള പീസിൻ്റെ നമ്മുടെ ബാക്ക് പീസിൻ്റെ അടിയിലേക്ക് ഇതുപോലെ കൊണ്ടുപോയി ഇങ്ങനെ വെച്ചിട്ടും ഞങ്ങൾ സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനതെല്ലാം ചെയ്താൽ നിങ്ങൾക്ക് വീഡിയോ ലെങ്ത്ത് പോവും. അപ്പോൾ ഞാനിതിൻ്റെ ഫുള്ള് പോർഷൻ കാണിക്കാം. ഇതുപോലെ ഫുള്ള് ഇതിൻ്റെ റൗണ്ടായിട്ട് ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യാം. നിങ്ങൾ സൈഡിലേക്കൊരു ലൈൻസ് മാർക്ക് ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ സ്റ്റിച്ചിങ് ചെയ്യണേ. എനിക്ക് സ്റ്റഡി ഉണ്ട്. സ്റ്റഡി ഇല്ലാത്തവർക്കായിട്ട് ഞാൻ പറയുന്നതാണ്. സ്റ്റഡി ഉള്ളവർ കുഴപ്പമില്ല, മാർക്കിങ് ചെയ്യണമെന്നില്ല. സ്റ്റഡി ഇല്ലാത്തവർ ഫസ്റ്റായിട്ട് സ്റ്റിച്ചിങ് ചെയ്യുന്നവർക്ക് ഇതുപോലെ മാർക്കിങ് ചെയ്താൽ ക്ലിയറായിട്ട് സ്റ്റിച്ചിങ് ചെയ്യാൻ പറ്റും. നീറ്റായിട്ട് കിട്ടും. ഞങ്ങൾ മാർക്ക് ഇട്ടാലുണ്ടല്ലേ നമ്മുടെ സ്റ്റിച്ച് നീറ്റാവും. പിന്നെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് നിങ്ങൾ സ്റ്റഡി ആയാൽ പിന്നെ നിങ്ങൾക്ക് മാർക്ക് ഇടണമെങ്കിൽ ഇല്ല. അപ്പോൾ ഞാൻ ചെയ്ത പോലെ ചെയ്യാം. നോക്കണേ എങ്ങനെയായിട്ടുണ്ട്, എൻ്റെ വർക്ക് എങ്ങനെയായിട്ടുണ്ട് എന്നൊന്ന് നോക്കണേ. ഇത് പാർട്ട് ഫുള്ളായി ഇതായി. ഇതടിയാണ്. ഇത് മേൽഭാഗമാണ്. മേൽഭാഗം ഇതായി. ഇനി ഞങ്ങൾ എടുക്കാം. നെക്സ്റ്റ് പാർട്ട് ചെയ്യാം. ഇനി ഞങ്ങൾ ഇത് ഫ്രണ്ട് ഭാഗം ബാക്ക് ഭാഗം ഒട്ടുവെച്ചു. ഈ രണ്ട് യോക്ക് പാർട്ടിലേക്ക് ഷോൾഡർ ജോയിൻ ചെയ്യാം. ഷോൾഡർ യോക്ക് ഒരേ ടൈപ്പാണ്. നിങ്ങൾ മാർക്കിടുമ്പോൾ മാത്രം യോക്ക് എന്ന് പറയും. യോക്ക് എന്ന് ഓക്കെയാണ്, ഷോൾഡർ ഒന്നും ഓക്കെയാണ്. ഇനി ഷോൾഡറിനെ സ്റ്റിച്ച് ചെയ്യാം. ഞങ്ങൾ 1/2 ഇഞ്ചിലേക്ക് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്താൽ
നിങ്ങൾക്ക് ക്ലിയർ ആവും. ഇനി ചെയ്യാം. ഇനി ഇതിനിങ്ങനെ ഓപ്പൺ ചെയ്ത് മുകളിലൊരു സ്റ്റിച്ച് ഇട്ടാൽ കുറച്ച് കുട്ടികൾക്ക് ഇറിറ്റേഷൻ ഉണ്ടാവില്ല. ആ സ്റ്റിച്ച് ചെയ്ത ഭാഗത്തിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ഇടണം. ഇതിട്ടാൽ കുട്ടികൾക്ക് കുറച്ച് ഇറിറ്റേഷൻ ഉണ്ടാവില്ല. അതുകൊണ്ടിട്ട് ഇതിലുള്ള എക്സ്ട്രാ ആയിട്ടുള്ള ഭാഗങ്ങളെ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഈ പീസിൽ മെയിൻ പീസിൽ കുറച്ച് ലൈനിങ്ങിലേക്കാൾ എക്സ്ട്രാ ഉണ്ടെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ട് എടുക്കാം. ഓക്കെ. ഇനി ഞങ്ങൾ ഇതിലേക്ക് ഈ രണ്ട് പാർട്ടിലേക്ക് ഞങ്ങൾ പൈപ്പിംഗ് കൊടുക്കാം. ഇതുപോലെ ഈ സൈഡിലേക്ക് സ്റ്റിച്ചിങ് കൊടുത്ത് ഉള്ളിലേക്ക് മടക്കിയിട്ട് കൊടുക്കാം. അല്ലെങ്കിൽ പൈപ്പിംഗ് പോലെ കാണുന്ന പോലെയും വെക്കാം. ഞങ്ങൾ ഇതിലേക്ക് പീസ് വെച്ച് ഉള്ളിലേക്ക് മടക്കിയിട്ടെടുക്കാം. ഓക്കെ. ഞാൻ ഫസ്റ്റ് വീഡിയോയിൽ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ടല്ലേ. ഞങ്ങൾ ബിബ് ചെയ്യുമ്പോൾ ക്രോസ് പീസ് കട്ട് ചെയ്യുന്നത് കാണിച്ചിട്ടുണ്ട്. അതുപോലെ ഞങ്ങൾ ക്രോസ് ആയിട്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. ഇനി ഈ പീസിന് ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ വെച്ചിട്ട് സ്റ്റിച്ചിങ് ചെയ്യാം. ഇതുപോലെ കട്ട് ചെയ്യാം. ഫിനിഷിങ് കിട്ടുന്നതാണ്. ഇത് കട്ട് ചെയ്യുന്നത് എന്തിനെന്നറിഞ്ഞാൽ ഞങ്ങൾക്ക് ഫിനിഷിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിനെ ഉള്ളിലേക്ക് മടക്കിയിട്ട് സ്റ്റിച്ച് ചെയ്യണം. ഇതുപോലെ ഉള്ളിലേക്ക് വീണം നീറ്റായിട്ട് കിട്ടണം. ഇതുപോലെ മടക്കി തുന്നി ഞങ്ങൾ ഫോൾഡാക്കി മടക്കി തുന്നി. അപ്പോൾ ഇതിൻ്റെ കാണുന്നത് നോക്കണം, ഫിനിഷിങ് വന്നു. അപ്പോൾ ഈ സൈഡിലും ഈ ഭാഗത്തിലേക്കും അതുപോലെ ചെയ്തു എടുക്കാം. വീഡിയോയിൽ എന്ത് പോകുന്ന കാരണം കൊണ്ടിട്ട് ഞാൻ കുറച്ച് ഇങ്ങനെ ചെയ്യും. ഈ ഫോൾഡിങ് ചെയ്യുന്നത് കാണിക്കാം. ഇതിങ്ങനെ എടുത്തല്ലേ. അപ്പോൾ ബാക്കിൽ ഇങ്ങനെയുണ്ട്. ഇതിങ്ങനെ കറക്റ്റായിട്ട് നീറ്റായിട്ട് എടുക്കണം. ഫുള്ളായിട്ട് എടുത്ത് ഒരു ഫോൾഡ് ഇതിനിങ്ങനെ ചെയ്തു. ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഫോൾഡ് ചെയ്തു. പിന്നെ ഇതിനെ ഉള്ളിലേക്ക് മടക്കി. ഓക്കെ. ഒന്ന് മടക്കി പിന്നെ ഉള്ളിലേക്ക് അതുപോലെ തന്നെ മടക്കി ഫുള്ളായിട്ട് ഞങ്ങൾ എല്ലാത്തിനും ഇതിങ്ങനെ സ്റ്റിച്ചിങ് ചെയ്യും. ഇത് ഫിനിഷായി. ഇതിൻ്റെ കാര്യം ഫിനിഷായി. ഫ്രണ്ട് പാർട്ട് മുകളിൻ്റെ പാർട്ട് ഫിനിഷായി. ഇതിൻ്റെ ഇനി ഞങ്ങൾ ഇതിൻ്റെ നൂലുണ്ടല്ലേ, ഈ സൈഡിൽ വെക്കുന്ന നൂല്, അതും കാണിക്കാം. പിന്നെ ഞങ്ങൾ ആ ഫ്രോക്കിൽ കുറച്ച് പട്ടി ഇതുപോലെ സൈഡ് ബോർഡർ പോലെ പട്ടി ഉണ്ടായിട്ടുണ്ട്. ഇത് വേണമെങ്കിൽ ഇതിലും അതുപോലെ തന്നെ വെക്കാം. ഞങ്ങൾ ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിൽ മാത്രം വെക്കണത്. സെയിം 2 ഇഞ്ചിൻ്റെ എടുക്കണം. ഇതുപോലെ 2 ഇഞ്ചിൻ്റെ എടുക്കണം. മാർക്ക് ചെയ്ത് എടുക്കണം. ഇത് എത്ര അളവുണ്ട് അത്ര തന്നെ എടുക്കണം. ഞങ്ങൾ ഇതിൻ്റെ മുകളിൽ വെച്ച് ഞങ്ങൾ ഇങ്ങനെ വെച്ച് ഇതിൻ്റെ സൈഡ് കട്ട് ചെയ്ത് എടുക്കണം.
എത്രയുണ്ടെന്ന് നോക്കിയിട്ട് ഞങ്ങൾ കട്ട് ചെയ്തെടുക്കാം. ഇനി എടുത്ത് പിന്നെ ഞങ്ങളിത് 2 ഇഞ്ചിൽ കട്ട് ചെയ്യാം. ഫുള്ളായിട്ട് ഞാൻ ഫോൾഡിംഗ് ആയിട്ട് ചെയ്യാം, വേഗം തീരും. ഞങ്ങൾക്ക് ഇതുപോലെ മടക്കിയിട്ട് 4 ഫോൾഡായി. ഇത് 2 ഇഞ്ച് മാർക്ക് ചെയ്തു. അപ്പോൾ ഇതിൻ്റെ ഇതുപോലെ വെച്ചിട്ടും എടുക്കാം, വേഗം നിങ്ങൾക്ക്. ഓക്കെ, ഇനി ഇതിനെ ഫുള്ളായിട്ട് മടക്കിയിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നത് കാണിക്കാം. ഞങ്ങൾ മാർക്കിങ് ചെയ്യാം. ഇഞ്ചിലേക്ക് ഈ ഭാഗത്തിൽ നിന്ന് 1 ഇഞ്ചിലേക്ക് നിങ്ങൾ ഇതുപോലെ മാർക്ക് ചെയ്യാം. ഇവിടെയും ഫ്രണ്ട് ഭാഗത്തിൻ്റെ പീസാണിത്, ഫ്രണ്ട് ഭാഗത്തിലേക്ക് വെക്കുന്നതാണ്. അപ്പോൾ ഇവിടെയും ഇതുപോലെ മാർക്ക് ചെയ്ത് ഇതിലേക്ക് ഫുള്ളൊരു ലൈൻ ഇടാം. ആ ലൈൻ ഇട്ടു ഇതുപോലെ 2 ഇഞ്ചിൻ്റെ പീസ് എടുക്കണം. 2 ഇഞ്ചിൻ്റെ നമ്മുടെ സ്കേർട്ടിൻ്റെ പീസ് ഉണ്ടല്ലേ, അതെടുക്കണം. അതെടുത്തു ഞങ്ങൾ 2 ഇഞ്ചിൻ്റെ പീസ് എടുത്തു, മാർക്ക് കൊടുത്ത് എടുക്കണം, സ്ട്രൈറ്റുള്ള എടുത്തു. ഇന്ന് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ, 1 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടല്ലേ, ഈ മാർക്ക് ചെയ്ത മുകളിൽ ഇവിടെ മാർക്കുണ്ട്, ഇവിടെ പീസിൻ്റെ ഈ ഭാഗം ഇവിടെ വെച്ചിട്ട് അതുപോലെ തന്നെ സെയിം ആയിട്ട് ഇവിടെയും വെക്കണം. ഇനി ഇതിന് സ്റ്റിച്ചിങ് ചെയ്യണം. 1/2 ഇഞ്ചിലേക്ക് സ്റ്റിച്ചിങ് ചെയ്യണം. 1/2 ഇഞ്ച് ഇതിൽ ഈ മുകളിലുള്ള പീസിലേക്ക് 1/2 ഇഞ്ച് സ്റ്റിച്ച് മാർക്ക് ഇട്ട് ലൈൻ ഇടണം. അപ്പോൾ 1/2 ഇഞ്ചിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടോ. ഇനി ഇതിനെ താഴോട്ടാക്കി ഇങ്ങനെ ചെയ്തു, ഫിനിഷായി. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ ഒരു സ്റ്റിച്ച് ഇടണം 1/2 ഇഞ്ചിലേക്ക്. അപ്പോൾ നമ്മുടെ പീസിൽ ഒരു ഫിനിഷിങ് പാർട്ട് കിട്ടി. അപ്പോൾ ക്ലിയർ ആയില്ലേ? ഇതുപോലെ ഫിനിഷിങ് പാർട്ട് കിട്ടി. ഓക്കെ, ഇനി ഞങ്ങൾ നെക്സ്റ്റായിട്ട് ഞങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഞങ്ങൾ ഇതിൻ്റെ നൂല് സ്റ്റിച്ച് ചെയ്യണമല്ലേ, കെട്ടുന്ന ബാക്കിലേക്ക് കെട്ടുന്ന നൂല്, അത് ചെയ്യാം. ഈ പോർഷനായി ഇനി നൂല് സ്റ്റിച്ച് ചെയ്യാം. 2 ഇഞ്ചിൻ്റെ 13 ഇഞ്ചിൻ്റേത് ആവണം, 14 ഇഞ്ച് ആവണം. ഞാൻ കട്ടിങ് ചെയ്യുമ്പോൾ 13 ഇഞ്ച് എടുത്തിട്ടുണ്ട്. നിങ്ങൾ 14 ഇഞ്ച് എടുത്തിട്ട് കുഴപ്പമില്ല. കുറച്ച് സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് കിട്ടുന്ന നൂൽ കുറച്ച് ചെറുതാവും, അത്രയാണ്. ഞാൻ മെഷർമെൻ്റ് എടുത്ത് കട്ടിങ് എടുക്കുമ്പോൾ കുറച്ച് ഇങ്ങോട്ടായിപ്പോയി. ഇനി ഞങ്ങളിതിനെ 2 ഫോൾഡ് ചെയ്തു, ഇതുപോലെ മടക്കി ഇതിനെ ഇങ്ങനെ വെക്കണം. ഈയുടെ സ്റ്റിച്ച് ചെയ്യണം ഇതുപോലെ. പിന്നെ 4 ഇഞ്ചിലേക്ക് വിട്ടു, പിന്നെ സ്ട്രൈറ്റായിട്ട് ഇട്ടെടുത്തു. അതേപോലെ ഇതിനെയും അതുപോലെ തന്നെ ചെയ്യണം. പിന്നെ ഇതിനെ ഒരു ഏതെങ്കിലും ഇതുപോലത്തെ പെൻസിലുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിൽ കുട്ടികളുടെ പെൻസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തിട്ട് ഇതിനെ ഇതുപോലെ വെച്ച് ഈ സ്റ്റിച്ചിങ്ങിൻ്റെ ഭാഗം ഉള്ളിലേക്ക് പോകണം. ഇതുപോലെ
കാണുന്നുണ്ടോ? സോറി, ഞാനതിൽ ചെയ്യാം. മട്ടർ പീസ് ചെയ്യുമ്പോൾ ഇതുപോലെ എടുത്തു, സ്കെയിലെടുത്തു, ഇതിനിങ്ങനെ ചെയ്തു. ഇതും അതുപോലെ തന്നെ ഇതിൻ്റെ ഇങ്ങനെ എടുത്തു, ഇതിലേക്ക് ഉള്ളിലേക്ക് ഇടണം. ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് പ്രസ് ചെയ്ത് ഇത് പുറത്ത് വരും. ഇത് പുറത്ത് വന്നല്ലേ, ഇപ്പോൾ പെൻസിൽ എടുക്കണം, ഇങ്ങനെ വലിക്കണം. നമ്മുടെ നൂല് റെഡിയായി. ഇനി ഞങ്ങൾ ഇതിലേക്ക് ഫിക്സ് ചെയ്യണം. അതെങ്ങനെ ചെയ്യേണ്ടത്? ഫ്രണ്ട് പോർഷൻ ഇല്ലെങ്കിൽ ബാക്ക് പോർഷനിലേക്ക് ചെയ്യാം. ഞാൻ ബാക്കിലേക്ക് ചെയ്ത് കാണിക്കാം. ബാക്കിലേക്കല്ലേ നിങ്ങൾ വെക്കുന്നത്. അപ്പോൾ ഈ സ്റ്റിച്ചുള്ള ഭാഗം ഉണ്ടല്ലേ, ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം അത് താഴോട്ട് വരണം. താഴോട്ട് ഞങ്ങൾ സ്റ്റിച്ച്, പിന്നെ ഈ ഫോൾഡായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ, ഇതിൽ സ്റ്റിച്ച് ചെയ്ത് ഫോൾഡായിട്ടുള്ളതുണ്ടല്ലേ, അതിനെ പുറത്ത് ഈ വെക്കണം. ഇതിലേക്ക് സ്റ്റിച്ച് വെച്ചിട്ട് ഫിക്സ് ചെയ്യണം. ചെയ്തിട്ട് അപ്പോൾ ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യാം. ഹാഫ് ഇഞ്ച് മുകളിൽ ഞങ്ങൾ ഒന്ന് കാണിക്കാം, നന്നായിട്ട് നോക്കണേ. ഹാഫ് ഇഞ്ച് മാർക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ ഞങ്ങളിങ്ങനെ വെക്കണം. ഇപ്പോൾ ഇത്ര ഹാഫ് ഇഞ്ച് സ്പേസ് വേണം ഞങ്ങൾക്ക് സ്റ്റിച്ചിങ്ങിന്. ഓക്കെ, ഫിക്സായി. ഇനി ആ സൈഡും അതേപോലെ തന്നെ വെക്കണം, ഈ സൈഡും വെക്കണം. ഇതിൻ്റെ ഈ പാർട്ടിലേക്ക് വെച്ചിട്ട് ഞങ്ങൾ ഫിനിഷിങ് ചെയ്യാം. ബാക്ക് പോർഷന് ആയി. ഇനി ഞങ്ങൾ ഫ്രണ്ട് മുകളിൻ്റെ പോർഷനായി. ഇനി ഞങ്ങൾ താഴേക്ക് പോകാം. ഇനി ഞങ്ങൾ ഇതിൻ്റെ മുകളിലേക്ക്, ബാക്ക് സൈഡിൻ്റെ മുകളിലേക്ക് ഞങ്ങൾ പീസ്, ഞങ്ങളുടെ താഴെയുള്ള മെയിൻ പീസിനെ ആഡ് ചെയ്യണം. ഫസ്റ്റ് മെയിൻ പീസിനെ ഇതിലേക്ക് സ്റ്റിച്ചിങ് ചെയ്യണം. അടിയുടെ ഭാഗം കുറച്ച് മുകളിൽ കാണിക്കാം. ഈ ഭാഗം, ഈ പീസിനെ എടുത്തു. ഇനി ഞങ്ങൾ ഇതിലേക്ക് വെക്കുന്നതാണ്, ബാക്ക് പോർഷനിലേക്ക്. അപ്പോൾ ഇതിൻ്റെ ഇവിടെ നിന്ന് ഇവിടെ വെച്ചു, ഇവിടേക്ക് വെച്ചു. ഇനി വെച്ചല്ലേ, ഇനി ഇവിടെ നിന്ന് ഞങ്ങൾ കട്ട് കൊടുത്തിട്ടുണ്ടല്ലേ, സോറി, ഇവിടെ നിന്ന് വെച്ചു. ഇവിടെ കട്ട് സെൻറ്റർ പോർഷനിലേക്ക് കട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കട്ടിനെ ഞങ്ങൾ, ഇതിൻ്റെ സെൻറ്ററാണ് സിപ്പ് വെച്ച സെൻറ്റർ, ഇവിടേക്ക് വെച്ചിട്ട് ഒരു പിന്നിടണം. പിന്നിട്ടിട്ട് പിന്നെ ഞങ്ങൾ അതുപോലെ തന്നെ പിന്നിട്ടിട്ടേ ഞങ്ങൾ ഇതിനെ ഇതുപോലെ പ്ലേറ്റ്സ് വെക്കണം. പ്ലേറ്റ്സ് എങ്ങനെ വെക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാവും. ഇതിനെ ഉയർത്തണം. ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ഉയർത്തി ഇതുപോലെ ഇങ്ങനെ ചെയ്ത് പിടിച്ചു. ഇതിനെ ഇങ്ങനെ ചെയ്യണം, കുറച്ച് നോക്കണം. ഇതുപോലെ ഇങ്ങനെ ഈ പീസിനെ ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇങ്ങനെ വെക്കണം. ഇതുപോലെ വെച്ചു. നിങ്ങൾ ബീഡ്സ് ഇട്ടു എടുക്കാം. നിങ്ങൾ ബീഡ്സ് ഇട്ടിട്ട് ഇതുപോലെ ബീഡ്സ് ഇട്ടിട്ട് ചെയ്യാം. നമ്മൾ ഫസ്റ്റ് പേപ്പർ കട്ട് നമ്മുടെ പെയ്ഡ് കോഴ്സിലുണ്ടല്ലേ, ഇതുപോലത്തെ ഡ്രസ്സ് ഉണ്ടല്ലേ, സ്റ്റാർട്ടിങ് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ പേപ്പർ കട്ടിങ് ആയ പിന്നെ
ഇത് ഫസ്റ്റായിട്ട് ഞങ്ങൾ എങ്ങനെ ഇതിനെ സ്റ്റിച്ചിങ് ചെയ്യുന്നത് എങ്ങനെയെന്ന് ഗമ്മ് കൊണ്ടിട്ട് ഒരു ഗമ്മെടുത്ത് പേപ്പറിൽ ഇതുപോലെ ചെയ്ത് ഗമ്മിട്ട് കൊടുത്ത് ഞങ്ങൾ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ പഠിച്ച് പിന്നെ ഞങ്ങൾ ക്ലോത്തിൽ സ്റ്റിച്ചിങ് ചെയ്യുമ്പോൾ ഈസിയാവും, പെട്ടെന്ന് മനസ്സിലാവും. ഇതുപോലെ ചെയ്ത് നിങ്ങൾ ബീഡ്സ് ഇട്ട് ഫുള്ളായിട്ട് ബീഡ്സ് ഇട്ട് പിന്നെ സ്റ്റിച്ചിങ് ചെയ്യണം. ഇനി ഞാൻ സ്റ്റിച്ചിങ് ചെയ്യാം. സെൻറ്റർ പോർഷനായി ഇനി നെക്സ്റ്റ് അതുപോലെ തന്നെ ഞങ്ങൾ ചെയ്യാം. ഇതിൻ്റെ ഫിനിഷായി ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തു. ഇനി ഇതിലേക്ക് ഞങ്ങൾ ലൈനിങ്ങിനെയും അതേപോലെ ആഡ് ചെയ്യണം. ഇതിൻ്റെ മുകളിലേക്ക് ലൈനിങ്ങിനെ വെക്കണം. ഇങ്ങനെ ലൈനിങ് വെച്ച് അതേ സെയിം ഫ്രില്ല് ചെയ്ത് എടുക്കാം. സെൻറ്റർ പോർഷനിലേക്ക് സെയിം ബീഡ്സ് വെച്ചിട്ട് അതേപോലെ ഫ്രില്ല് ചെയ്ത് എടുക്കാം. ഞങ്ങൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് ബീഡ്സ് വെച്ച് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. നിങ്ങളെടുത്തോളെ ഇതുപോലെ ഇങ്ങനെ ചെയ്തെടുക്കാം. ഇനി പിന്നെ ഓപ്പണായിട്ട് നോക്കുമ്പോൾ ഫിനിഷായി ഇതായി ഇങ്ങനെയായി. ഇനി ഞങ്ങൾ ഫ്രണ്ട് പോർഷനിലേക്ക് എടുക്കാം. അതേപോലെ ഇതിനെ 2 ഫോൾഡ് ചെയ്ത് ഇവിടെ ഒരു സെൻറ്റർ പോർഷനിലേക്ക് മാർക്കിടാം. ഇങ്ങനെ മാർക്കിടാം, ചോക്ക കൊണ്ടിട്ട് മാർക്കിട്ടു. ഇനി അതേപോലെ മെയിൻ പീസിനെ വെച്ച് ഇതുപോലെ വെച്ചു. ഇതിൻ്റെ സെൻറ്റർ പോർഷന് ഇതിലേക്ക് വെച്ചു. ഞങ്ങൾ പ്ലീറ്റ്സ് വെക്കണം. ഇതുപോലെ ഇങ്ങനെ ഞാനിതൊന്ന് പ്ലേറ്റ്സ് വെച്ചിട്ട് കാണിക്കാം, മനസ്സിലായില്ലെങ്കിൽ. ഒന്ന് അടുപ്പിച്ച് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലും അതുപോലെ തന്നെ ലൈനിങ് വെക്കാം. ബാക്കിൽ വെച്ച പോലെ തന്നെ ലൈനിങ് വെച്ചിട്ട് അതേപോലെ സ്റ്റിച്ചിങ് ചെയ്ത് എടുക്കാം. ഇതുപോലെ ചെയ്തു ഇതായി. ഇനി ഇതിനെ റിട്ടേൺ ചെയ്യണം. ഇതിൻ്റെ ഒന്ന് നോക്കണേ, ഫിനിഷിംഗായി. ഇനി ഇതിൻ്റെ 2 സൈഡും ഈ പാർട്ടും ഞങ്ങൾ ടേൺ ചെയ്ത് ഉള്ളിൻ്റെ ഭാഗത്തിലേക്ക് ഞങ്ങൾ വെച്ചിട്ട് 1/2 ഇഞ്ചിലേക്ക് ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്ത് കൊടുക്കാം. 1/2 ഇഞ്ചിലേക്ക് ഇതുപോലെ ഇവിടുന്ന് ഇവിടേക്ക് താഴെ, അതുപോലെ ഈ ഉള്ളിൻ്റെ ഈ ഭാഗം ഇതിൻ്റെ ഉള്ളിലേക്ക് വെച്ചിട്ട് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. ഇനി ഇതിൻ്റെ ഈ ഭാഗത്തിലേക്ക് ഞങ്ങൾ സ്റ്റിച്ചിങ് എടുക്കാം. ഇനി ഇതിൻ്റെ ഫിനിഷിംഗ് വീഡിയോ ചെയ്യാം. ഞങ്ങൾ ഇനി 1/2 ഇഞ്ചിലേക്ക് 2 സൈഡും ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി ഇതിലുള്ളത് ഒരു കാര്യം പറയാനുണ്ട്. ഞാൻ നിങ്ങളെങ്ങനെ ഒന്ന് നോക്കണേ. ഇവിടെ ഇത്ര ചെയ്ത് സ്റ്റിച്ച് ഈ ഉള്ളിൻ്റെ പീസ് ഉണ്ടല്ലേ, മെയിൻ പീസ്, ഇതിനെ ഉള്ളിലേക്ക് ഇതുപോലെ വെച്ചു. പിന്നെ നമ്മുടെ ലൈനിങ് പീസിനെ രണ്ടായിട്ട് ഇതുപോലെ ജോയിൻ ചെയ്ത് സ്റ്റിച്ച് ചെയ്ത് എടുത്തു. ഫിനിഷിംഗായി. ഇത് എന്തിനെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പിന്നെ ഇതിനെ ഇങ്ങനെ വലിച്ച് ഉള്ളിൻ്റെ ഇതുപോലെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലേക്ക് വരത്തിയെടുക്കാം. ഇനി വെച്ചു. ഇനി ഇതിനെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം. പോലെ എടുക്കാം. അപ്പോൾ നമുക്ക് ഫിനിഷിങ് കിട്ടുന്നതാണ്. അതേ കൊണ്ടിട്ട് അതേപോലെ ആ സൈഡിലും അതുപോലെ തന്നെ ചെയ്യണം. ഞാനത് ചെയ്തിട്ടേ കാണിക്കാം നിങ്ങൾക്ക്. ഇത്ര പീസും ഒരു 2 ഇഞ്ച് വരെ ഇങ്ങനെ ജോയിൻ്റായിട്ട് വെക്കണം. എല്ലാ പീസും താഴെയുള്ള പീസാണ്, മുകളിലുള്ളതല്ല. 2 ഇഞ്ച് ഇത്ര വന്നു. ഇനി നിങ്ങൾ ഇതിനെ മെയിൻ പാർട്ടിനെ ഉള്ളിലേക്ക് ഇതുപോലെ 2 പീസ് ഇങ്ങനെ വെച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോയി ഇതിൻ്റെ മുകളിൽ ലൈനിങ് പീസിനെ ഇങ്ങനെ വെച്ച് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് സ്റ്റിച്ച് ചെയ്യണം. പിന്നെ ഇതിനെ ഉള്ളിലേക്ക് ഇങ്ങനെ പുറത്തിലേക്ക് വലിച്ച് ഇതിങ്ങനെ വെച്ച് ഫിനിഷിങ് സ്റ്റിച്ചായി. ഇതിനെ നിങ്ങൾ ഓപ്പണായിട്ട് ഇങ്ങനെ എടുത്ത് കാണിക്കാം. ഇതുപോലെ ഫിനിഷിംഗായിട്ട് കിട്ടി. ഇനി ഇതിൻ്റെ ഈ ഭാഗം ഫോൾഡാക്കിയിട്ട് സ്റ്റിച്ചിങ് ചെയ്യാനുണ്ട്. അപ്പോൾ അത് ഞങ്ങൾ 2 ഫോൾഡ് ചെയ്ത് ഇതുപോലെ 1/2 ഇഞ്ചിൽ വെച്ചിട്ടുണ്ടല്ലോ, ഇത് 1 ഇഞ്ചിലുണ്ട്. ഇതിനതുപോലെ 1/2 ഇഞ്ചിൽ ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യണം. കുറച്ച് എക്സ്ട്രാ വെച്ചിട്ടുണ്ടല്ലേ, അതുകൊണ്ട് ഇതും 1/4 ഇഞ്ചിൽ സ്റ്റിച്ചിങ്ങിനെ മടക്കിയിട്ട് ചെയ്യണം. നിങ്ങൾ മടക്കിയിട്ട് ചെയ്യാം. ഓക്കെ. ഇതുപോലെ ഒരു ഫോൾഡായി ഇനിയൊരു ഫോൾഡായി മടക്കി ഇതുപോലെ ഒരു ഫോൾഡായി ഇനിയൊരു ഫോൾഡായി മടക്കി ഇനി ഉള്ളിൻ്റേതും അതേപോലെ തന്നെ ഞങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യാം. നിങ്ങൾ സ്റ്റിച്ചിങ് ചെയ്യാം. ഞാനിങ്ങനെ സ്റ്റിച്ചിങ് ചെയ്യാം. വീഡിയോ പൗസാക്കി ചെയ്യാം. നീളാവും, വീഡിയോ ലെങ്ത്ത് കൂടും. അതുകൊണ്ടിട്ട് ഞാൻ പൗസാക്കിയിട്ട് ഇതിനിങ്ങനെ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ചിങ് എടുത്ത്
ഇനി ബോ എങ്ങനെ ഫിക്സ് ചെയ്യുന്നതെന്ന് കാണിക്കാം. ഇനി ഞങ്ങൾ ബോ ചെയ്തിട്ടുണ്ടല്ലോ, ഈ ബോ എവിടെ വെക്കാന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രണ്ട് ഭാഗം ഉണ്ടല്ലേ, സെൻറ്റർ ഭാഗത്തിലേക്ക് വെച്ചിട്ട് കൈയിൻ്റെ സൂചി കൊണ്ടിട്ട് ഇതിനെ ഇവിടെ വെച്ചു. കൈയിൻ്റെ സൂചി കൊണ്ടിട്ടും സ്റ്റിച്ചിങ് ചെയ്യാം, അല്ലെങ്കിൽ നമ്മുടെ മെഷീന് കൊണ്ടിട്ടും ചെയ്യാം. ഞാൻ മെഷീനിൽ കൊണ്ടിട്ട് ചെയ്യും. കുറച്ച് താഴെയാക്കി കാണിക്കാം. കാണുന്നുണ്ടല്ലേ? അതിൻ്റെ അടിയിലേക്ക് കൊണ്ടുപോയി വെച്ച് പോട്ട് വെച്ചു. നമ്മുടെ ഫ്രോക്ക് റെഡിയായി. ചെറിയ കുട്ടികളുടെ 2 വയസ്സിൻ്റെ കുട്ടികളുടെ ഫ്രോക്ക് നമ്മുടേത് റെഡിയായി. നമ്മുടെ 10 days കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ്ങിൻ്റെ ക്ലാസ് ഇന്നത്തേക്ക് ഇവിടേക്ക് അവസാനിപ്പിക്കുന്ന. നന്ദി, നമസ്കാരം എല്ലാവർക്കും. ശുക്രിയ. നമ്മുടെ ഫ്രീ ക്ലാസ്സിൽ കയറിയിട്ട് എല്ലാ പഠിച്ച കുട്ടികൾക്ക് ഹാർട്ട്ലി താങ്ക് യു. നിങ്ങൾ ഇതുപോലെ തന്നെ നല്ലതായിട്ട് പഠിച്ചിട്ട് നിങ്ങളുടെ ഡ്രസ്സ് സ്റ്റിച്ചിങ് ചെയ്യാൻ റെഡിയല്ലേ? നിങ്ങൾ ചെയ്തോളി. ഈ ഫ്രീ ക്ലാസ് കൊണ്ട് ഉപകാരപ്പെട്ടവർ ഒന്ന് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ. ഓക്കെ, താങ്ക് യു. ബൈ, ടേക്ക് കെയർ. നമ്മുടെ സ്വീസ് ഹോം അക്കാഡമിയെ നിങ്ങൾ ആരും മറക്കാതെ ഒരു ഫീഡ്ബാക്ക് ഒന്ന് അറിയിക്കണേ.